ഹലോ മക്കളെ, നമ്പർ സിസ്റ്റം ടോപ്പിക്ക് ഞാൻ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എന്നിട്ട് അതിന്റെ പല ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. 75 ആണെങ്കിൽ, എന്നാൽ 75 ആണെങ്കിൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? എയിലോട്ടും ബിയിലോട്ടും കൺവേർട്ട് ചെയ്യുക, അഥവാ ബേസ് 8ലോട്ടും ബേസ് 2ലോട്ടും കൺവേർട്ട് ചെയ്യുക. അതായത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. നമുക്ക് നോക്കാം. 75 ആദ്യം ബേസ് 8ലോട്ട് കൺവേർട്ട് ചെയ്യാം. 75 അല്ലേ. 75 നമുക്ക് എന്താണ്, 75 എന്താണ് ബേസ് 8ലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 8 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ. 8 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? ഓക്കെ, 98 72 98 72. അപ്പോൾ 75 മൈനസ് 72 എത്രയാണ്? 3. ശിഷ്ടം വന്നില്ലേ. അപ്പോൾ ഇവിടെ 8നേക്കാൾ ചെറിയ നമ്പർ ഒന്നില്ല. അപ്പോൾ എന്താ, വീണ്ടും ഡിവൈഡ് ചെയ്യുക. 1 8 8 റിമൈൻഡർ 1. അപ്പോൾ ആൻസർ എന്ത് വരും? താഴേന്ന് മുകളിലോട്ട് എന്താണ് 113 ബേസ് 8 എയുടെ ആൻസർ വരും. എയുടെ ആൻസർ എന്താണ്? 113 ബേസ് 8. എങ്കിൽ അടുത്ത് നോക്കാം. ബേസ് പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 75 ബേസ് പിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ ബേസ് ബി എന്നല്ല, ബിയുടെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ബേസ് 2ലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കാം. അതായത് 75 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 37 അല്ലേ. 37ന്റെ ഇരട്ടിയല്ലേ. 37ന്റെ ഇരട്ടിയല്ലേടാ ഈ പറഞ്ഞ 75 എന്നല്ലേ. 37.5 അല്ലേ. അപ്പോൾ എന്താണ് റിമൈൻഡർ 1. ഓക്കെ, നെക്സ്റ്റ് 18 എന്നാണ്. 18 റിമൈൻഡർ 1. നെക്സ്റ്റ് 9 റിമൈൻഡർ 0. നെക്സ്റ്റ് 4 റിമൈൻഡർ 1, 2 റിമൈൻഡർ 0, 1 റിമൈൻഡർ 0. അപ്പോൾ താഴേന്ന് മുകളിലോട്ട് എന്താണ് ആൻസർ വരുന്നത്? 100. ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ 100 1011. ഓക്കെ, ഇതാണ് ബിയുടെ ആൻസർ. അപ്പോൾ ഇതുകൊണ്ടെന്നാണ് ഈ ഒരു എയുടെയും ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എങ്കിൽ മക്കളെ ഇത് കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി. 520 അഥവാ 523 ബേസ് 8 എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? ഡി ബേസ് 2ലോട്ട് കൺവേർട്ട് ചെയ്യുക. ഒക്ടൽ ടു ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.